വന്നിരിക്കുന്നത്. നിന്റെ കണ്ടുപിടുത്തം കൊള്ളാലോടി. നാളെ തന്നെ ഒരു ഡോക്ടറെ കണ്ടുകളയാം. തോമയ്ക്ക് ഷുഗർ ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞേക്കാം. അയ്യോ, ഷുഗറൊക്കെ മനുഷ്യന്റെ ചോരക്കകത്തല്ലേ, ആട്ടിൻചോരക്കകത്ത് ഷുഗർ ജീവിക്കില്ല. ഇതെന്റെ പുതിയ റേബൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച നിന്റെ കാല് ഞാൻ വെട്ടും. എൻ്റെ ആരോഗ്യ രഹസ്യം, എൻ്റെ ജീവൻ ടോൺ, ആടിൻ്റെ ചങ്കിലെ ചോര. കുട്ടിക്കാട, നിന്റെ കേസ് ഞാൻ അവധിക്ക് വച്ചിരിക്കുന്നു. SI സോമൻപിള്ളയ്ക്ക് ചിരയ്ക്കാൻ. നമസ്കാരം. ലെമൺ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടവുകളും ചുവടുകളും ഒറ്റി ആടുതോമ വീണ്ടും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരികയാണ്. വർഷങ്ങൾക്ക് ശേഷം സ്ഫടികം വീണ്ടും വരുമ്പോൾ ഏറെ പ്രതീക്ഷയിൽ തന്നെയാണ് മോഹൻലാൽ ആരാധകരുള്ളത്. കലാകാരന്മാരെ സംബന്ധിച്ച് എല്ലാ കാലത്തും അവരുടെ ബലമെന്ന് പറയുന്നത് ആരാധകർ തന്നെയാണ്. അവരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അനുകരണ കലയിലൂടെ ആയാലും ഫിഗറിലൂടെ ആയാലും ഒക്കെ അവരെ ജനങ്ങളിലേക്ക് കൂടുതൽ ജനകീയമായി എത്തിക്കുന്ന താരങ്ങൾ കൂടിയാണ്. ഏതായാലും നമ്മളോടൊപ്പം രണ്ട് പ്രിയപ്പെട്ട കലാകാരന്മാർ കൂടി ചേരുകയാണ്. ജയപ്രകാശ് നെടുമങ്ങാടും ഒപ്പം ജ്യോതിഷ് മട്ടന്നൂരും. ഇതെൻ്റെ പുതിയ റേബൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച നിന്റെ കാല് ഞാൻ പൊട്ടും. ആടിൻ്റെ ചങ്കിലെ ചോരയാണ് എൻ്റെ ജീവൻ ടോൺ. ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്? അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഒരു ത്രില്ലായിരിക്കും സ്വാഭാവികമായിട്ടും. പഴയ സിനിമ പുതുതായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത് വേറൊരു, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ സ്ഫടികം നമുക്ക് പറയാൻ വാക്കുകളില്ല. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനിത് ലാലേട്ടൻ്റെ കുട്ടിക്കാലം മൂലം കാണുന്നതാണ് ഈ സ്ഫടികം എന്ന് പറയുന്നത്. എനിക്ക് ഒരു 12 വയസ്സെന്തോ ആയിരുന്നപ്പോഴാണ് ഈ സിനിമ ഇറങ്ങിയത് തന്നെ. അന്ന് പോലെയുള്ള ആരാധനയാണ്. ഇപ്പോൾ എനിക്ക് ഇനി ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പോൾ സ്റ്റേജ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കയ്യടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. എത്ര വർഷമായിട്ട് ഈ മോഹൻലാലിൻ്റെ ഇത് തന്നെ ചെയ്യുന്നുണ്ട്, ഫിഗർ ചെയ്യുന്നത്? ഞാൻ അമൃത ചാനലിൽ സൂപ്പർ ഡൂപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ അതിൽ പോയി വിന്നറാണ്. അന്നാണ് ലാലേട്ടൻ്റെ ഒരുപാട് ആക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അതിൽ ഫസ്റ്റ് പ്രൈസൊക്കെ മേടിച്ചതാണ്. ഈ മോഹൻലാൽ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഈ ഫിഗറിലുണ്ടെന്ന് ആരാണ് ആദ്യമായിട്ട് പറഞ്ഞത്? അത് ജനങ്ങളാണ്. ഞാൻ ആദ്യം ഈ ജ്യോതിഷിനെ പോലെ തന്നെ ഫീമെയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ലാലേട്ടൻ്റെ ഒരു ഫാൻസിൻ്റെ അവിടെ വെച്ചാണ് ലാലേട്ടൻ്റെ ആരാധകർ ഭയങ്കര പ്രശ്നം ഉണ്ടായി, ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ചെയ്തതാണ്. അന്ന് എനിക്ക് കൈയടി കിട്ടിയത്. എൻ്റെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഈ ലാലേട്ടൻ്റെ മുമ്പിൽ എപ്പോഴെങ്കിലും ചെയ്യാനുള്ള വേദി കിട്ടിയിട്ടുണ്ടോ? എന്താണ്? ഒരുപാട് തവണ ലാലേട്ടൻ്റെ കൂടെ ഒരുമിച്ച് ചെയ്തിട്ടുമുണ്ട്. അമ്മ ഷോയിൽ ഒരു ഭൂതത്തിൻ്റെ സംഭവം ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഇപ്പോൾ പരസ്യങ്ങളിലൊക്കെ ഡൂപ്പ് ചെയ്യണോ ആ രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഒരുമിച്ച് കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കലാമേഖലയിലുള്ള നൽകുന്ന പിന്തുണ എങ്ങനെയാണ്? വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് കൂടുതലും ഞാൻ മലബാറിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. തിരുവനന്തപുരത്തുള്ളവർക്ക് കുറച്ച് പേർക്ക് അറിയത്തില്ല. ഇപ്പോൾ അത് 10 വർഷം കൊണ്ട് ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ, അവിടെ എല്ലാവർക്കും എന്നെ അറിയാം. തിരുവനന്തപുരത്ത് എൻ്റെ വീടാണെങ്കിലും കൂടുതലും അങ്ങോട്ടാണ്. അപ്പോൾ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് ഈ കൂട്ടുകാരനെ കിട്ടിയത്? നമ്മൾ അമൃത ചാനൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. പിന്നെ അന്ന് മുതൽ ഒരുമിച്ച് അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളിലും പോകാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയിട്ടുള്ള ക്യാരക്ടർ ഈ ഒരു കോമ്പിനേഷനാണോ, ഏതിനാണ്? സ്ഫടികത്തിന് ഇപ്പം ഞാൻ ഇത് പുറത്തുനിന്നാണ്, ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ് ചെയ്യുന്നത്. നമ്മൾ അതിനു മുമ്പ് സ്റ്റേജിലായിരുന്നു. അപ്പം അത് ഒടിയനിലാണ്. ഇപ്പം ഒടിയൻ സിനിമയിൽ മീശ കാണത്തില്ല. പിന്നെ നിന്നീഷന് ഇഷ്ടം ഇളം മഞ്ഞിൽ കുളിരുമായി അതിൻ്റെ ക്ലൈമാക്സിന് ഓഡിയൻസിൻ്റെ ഇടയിൽ അതാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. പണ്ട് ജയൻ സാറൊക്കെ വെളിയിൽ നിന്ന് വരുന്ന പോലെ ഇപ്പോൾ ലാലേട്ടൻ്റെ എല്ലാ കഥാപാത്രവും പുറത്തുനിന്നാണ് ചെയ്യുന്നത്. ഇതെൻ്റെ പുതിയ റേബൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച നിന്റെ കാല് ഞാൻ വെട്ടും. എൻ്റെ ആരോഗ്യ രഹസ്യം, എൻ്റെ ജീവൻ ടോൺ, ആടിൻ്റെ ചങ്കിലെ ചോര. കുട്ടിക്കാട, നിന്റെ കേസ് ഞാൻ അവധിക്ക് വച്ചിരിക്കുന്നു. SI സോമൻപിള്ളയ്ക്ക് ചിരയ്ക്കാൻ. ഇപ്പോൾ സ്ഫടികവും ആടുതോമയും വീണ്ടും പുനരവതരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ മലയാളത്തിലെ മൺമറഞ്ഞ ഒരുപാട് കലാകാരന്മാരെ ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് മലയാളി പ്രേക്ഷകർക്ക് വീണ്ടും ലഭിക്കുന്നത്. ശ്രീ തിലകൻ, ശ്രീമതി KPSC ലളിത, പ്രിയപ്പെട്ട സിൽക്ക് സ്മിത, അങ്ങനെ ഒരുപാട് പേർ വീണ്ടും ഓർമ്മയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മളോടൊപ്പം ജ്യോതിഷ് മട്ടന്നൂർ ചേരുകയാണ്. സിൽക്ക് സ്മിതയുടെ അന്നത്തെ മലയാളികളെ ആവേശം കൊള്ളിച്ച ആ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വീണ്ടും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ജ്യോതിഷിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ജ്യോതിഷ്, എല്ലാവിധ ആശംസകളും. എന്ത് തോന്നുന്നു ഇങ്ങനെ ഈ ഒരു ദിവസത്തിലേക്ക്? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഫിഗർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഴയ കലാകാരന്മാരെ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. സിൽക്ക് സ്മിത എന്ന മലയാളികളുടെ മനസ്സിലൊരു വലിയ സ്ഥാനമുള്ള നായികയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു വേഷം ചെയ്യും? ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ സിൽക്ക് സ്മിത എന്ന കലാകാരിയെ അനുകരിച്ചിട്ടാണ് ഇതുവരെ സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അമേരിക്ക, കാനഡ മുതൽ എല്ലാ രാജ്യത്തും പോയി. പിന്നെ
എന്താ പറയുക, ഏത് സ്റ്റേജിൽ കയറുമ്പോഴും ആ സിൽക്ക് സ്മിത എന്ന കലാകാരിയെ ഞാനൊന്ന് സ്മരിച്ചിട്ടാണ് കയറുക. കാരണം എനിക്ക് ഒരുപാട് അവസരങ്ങളും ഒരുപാട് എന്താ പറയണ്ടേ, ഇപ്പം വിദേശത്താണെങ്കിലും ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റിയത് ഭയങ്കര കയ്യടിയാണ്. ഞങ്ങൾ രണ്ടാൾ ജോഡി ആടുതോമ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ, കാരണം ചെയ്ത സ്റ്റേജുകളിൽ തന്നെ രണ്ടാമത് നമ്മളെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇത് തന്നെ ചെയ്യാൻ വേണ്ടി വിളിക്കും. അപ്പോൾ ഇതന്നെ നമ്മളെ ഒരു വലിയൊരു, നമുക്ക് എന്താ പറയുക, ഭദ്രൻ സാറ് തന്നെ നേരിട്ട് അഭിനന്ദിച്ചു, നിന്നിൽ എവിടെയൊക്കെയോ ഉണ്ടടി ഒരു സിൽക്ക് എന്ന്. അപ്പോൾ അതന്നെ ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു. ഈ ഒരു ക്യാരക്ടർ മാത്രമാണ് സിൽക്ക് സ്മിത? അല്ല, ഞാൻ ഇതുപോലെ മഞ്ജുവാരുടെ മുമ്പിൽ ഇതുപോലെ 5 വേഷം പെട്ടെന്ന് മാറിയിട്ട് അതെ മഞ്ജു ചേച്ചി സ്ഫടികം കഴിഞ്ഞ് 6ാം തമ്പുര സ്റ്റേജിൽ നിന്ന് പെടപെടുന്ന ഡ്രസ്സ് മാറി. പിന്നെ ഞങ്ങൾ ഒടിയനും നല്ല കയ്യടിയാണ്. നിന്റെ കണ്ടുപിടുത്തം കൊള്ളാലോടി. നാളെ തന്നെ ഒരു ഡോക്ടറെ കണ്ടുകളയാം. തോമയ്ക്ക് ഷുഗർ ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞേക്കാം. അയ്യോ, ഷുഗറൊക്കെ മനുഷ്യന്റെ ചോരക്കകത്തല്ലേ. ആട്ടിൻ ചോരക്കകത്ത് ഷുഗർ ജീവിക്കില്ല.
പഴയതിനെക്കാട്ടിയും പുതിയ ക്യാരക്ടർ എല്ലാറ്റല്ലേ വരുന്നത്. അപ്പോൾ കാണുമ്പോൾ സൂപ്പറായിരിക്കും എന്തായാലും. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം തന്നെ കണ്ടില്ലേ, മോഹൻലാൽ ഫാൻസും എല്ലാവരും കൂടി കാണണമെന്നുള്ള ഒരിത്, എൻ്റെ ഒരു ആവശ്യം. എന്തോന്നു എന്താണ് പ്രതീക്ഷ? എന്തായാലും പുതിയ കുറേ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. 8 മിനിറ്റ് കൂടുതലാണ് സിനിമ. അപ്പോൾ പൊളിയായിരിക്കും. പഴയതിനെ കാര്യം നല്ല ക്ലാരിറ്റിയിൽ കാണാം. 4K ഡോൾബി, അതാണ് മെയിൻ.